മോദി സർക്കാരിൻ്റെ രൂപവും ഭാവവും തെളിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ആ രൂപവും ഭാവവും എന്താകും? കേരളത്തിന് 2 മന്ത്രിമാരെയാണ് മോദി നൽകിയിരിക്കുന്നത്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അവരുടെ വകുപ്പുകൾ എന്താണ്? അവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ പിന്നിലൊളിഞ്ഞിരിക്കുന്ന BJPയുടെ രാഷ്ട്രീയ അജണ്ട എന്താണ്? കേരളത്തിൽ അതെങ്ങനെയാണ് പ്രവൃത്തി പഥത്തിലെത്തിക്കാൻ ഈ 2 പേരെ മോദി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അവർ അതെങ്ങനെ നിർവഹിക്കും? ആരെല്ലാം അവർക്കൊപ്പം പോകും? ഇതൊക്കെയാണ് കാതലായ ചോദ്യങ്ങൾ. ഈ മന്ത്രിസഭ കേരളവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്ത് എന്നതാണ് നാം പരിശോധിക്കുന്നത്. ആപൽക്കരമായ സന്ദേശമാണോ അത് എന്ന സന്ദേഹമാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. കേരളത്തെ സംബന്ധിച്ച് ഒരാൾക്ക് മാത്രമേ മന്ത്രിയാകാൻ കഴിയൂ BJPയുടെ വിജയം നിലവെച്ച്. അപ്പോൾ 2 പേർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയിരിക്കുകയാണ്. എത്ര ഉദാരമായ സമീപനം! കേരളത്തെ സംബന്ധിച്ച് പ്രധാനമായ വകുപ്പുകളും ആ മന്ത്രിമാർക്ക് നൽകി മോദി പ്രസാദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ദുരുദ്ദേശം എന്തുകൊണ്ട് ആരോപിക്കുന്നു? ആർക്കും തോന്നാവുന്ന ചോദ്യമാണ്. മുന്നിൽ 2 പേരെ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് മോദി കളിക്കാൻ പോകുന്ന കളി എന്താണ്? നമുക്ക് 2 മന്ത്രിമാരെ കിട്ടിയില്ലേ? പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർക്ക് കിട്ടിയില്ലേ? എന്നിട്ടും ദോഷൈകതൃക്കായാണോ ഈ കാര്യങ്ങളെ കാണേണ്ടത് എന്ന് സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നാം. പക്ഷേ സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ പിന്നിലുള്ളത് എന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് കേരളവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പരിശോധിക്കേണ്ടത്. ഈ മന്ത്രിസഭയുടെ ഘടന, രൂപം അതാദ്യം പരിശോധിക്കേണ്ടതുണ്ട്. 72 മന്ത്രിമാരാണ് മോദി മന്ത്രിസഭ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അധികാരമേറ്റത്. 61 പേർ BJPയിൽ നിന്ന്, 11 പേർ സഖ്യകക്ഷികൾ. ഇതിൽ 31 ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുണ്ട്, 5 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുണ്ട്, 36 സഹമന്ത്രിമാരുണ്ട്. അങ്ങനെ മൊത്തം 72 മന്ത്രിമാർ. ഇത് സമ്മതിക്കുന്നല്ലോ. ഇനി ജാതി മതാടിസ്ഥാനത്തിലുള്ള ഇതിൻ്റെ പ്രാതിനിധ്യ സ്വഭാവം എടുക്കാം. OBC വിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്, 27 മന്ത്രിമാർ. അടുത്തതായി പട്ടികജാതിയാണ്, SC, 10 പേരാണ് അതിൽ നിന്ന് മന്ത്രിമാരായിട്ടുള്ളത്. അടുത്തത് പട്ടികവർഗം ST, അതിൽ നിന്ന് 5 പേർ. പിന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് 4 പേർ. ഈ ന്യൂനപക്ഷത്തിൽ ആരുൾപ്പെടുന്നില്ല? മുസ്ലിം വിഭാഗം ഉൾപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ നാളിതുവരെയുള്ള ഒരുപക്ഷെ ഇന്ത്യയുടെ മന്ത്രിസഭാ രൂപീകരണ ചരിത്രത്തിൽ നടാടെയായിരിക്കും മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രി പോലുമില്ലാത്ത ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. രാജ്ദീപ് സർദേശായിയെ പോലെ ധൈര്യശാലിയായ ഒരു മാധ്യമപ്രവർത്തകൻ അത് ആർജവത്തോടെ ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി. രാജ്ദീപിൻ്റെ എക്സ്പോസ്റ്റിലാണ് രാജ്ദീപ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. 9-ാം തീയതി ജൂൺ മാസം 10:18 PM ആ സമയത്താണ് രാജ്ദീപ് സർദേശായിയുടെ ഈ എക്സ്പോസ്റ്റ് പുറത്തു വരുന്നത്. ഞാനൊന്ന് വായിക്കാം. 72 member Council of Ministers has wide representation from every caste, community, state with 7 former chief ministers providing the weight and wealth of experience. Just one aspect missing. Yet again, not a single Muslim in the ministerial list. Not one. Truth is, Indian Muslims have been invisibilized in the last decade politically. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ 14% വരുന്ന മുസ്ലിം ന്യൂനപക്ഷം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷമായ ന്യൂനപക്ഷ വിഭാഗം, മുസ്ലിം വിഭാഗം, അവർ കഴിഞ്ഞ 10 വർഷമായി രാഷ്ട്രീയമായി അദൃശ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രാജ്ദീപ് സർദേശായി പറഞ്ഞത്. പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ഇത്തരം ഈ ഗിരിപ്രഭാഷണങ്ങളിൽ യഥാർത്ഥമായി അവഗണിക്കപ്പെടുന്ന, അദൃശ്യവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം എവിടെ പോയി എന്ന ചോദ്യം അസ്തമിച്ചു പോയിക്കൂടാ. മറ്റു മാനദണ്ഡങ്ങൾ കൂടെ നോക്കൂ. 24 സംസ്ഥാനങ്ങൾക്ക് മന്ത്രിമാരുണ്ട്. വടക്കേ ഇന്ത്യയിൽ നിന്ന് 18 പേർ, പടിഞ്ഞാറേ ഇന്ത്യയിൽ നിന്ന് 17 മന്ത്രിമാർ, കിഴക്കേ ഇന്ത്യയിൽ നിന്ന് 13 മന്ത്രിമാർ, തെക്കേ ഇന്ത്യയിൽ നിന്ന് 6 മന്ത്രിമാർ, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് 3 മന്ത്രിമാർ. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ എടുത്തിട്ടുണ്ട്. എന്നിട്ടും മുസ്ലിങ്ങളില്ല. കാരണം NDAയെ സംബന്ധിച്ച് ഒറ്റ മുസ്ലിം MP പോലും ജയിച്ചു വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ് ജയിച്ചു വരാതെ പോകുന്നത്? BJP എത്ര മുസ്ലിങ്ങളെ നിർത്തി ജയിക്കാനായി? ആ കണക്കുകൾ എടുക്കേണ്ടതില്ലേ? കേരളത്തിലെ ഒരു അബ്ദുൾ സലാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒഴിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ BJP നിർത്തിയതായി നാം ആരെങ്കിലും കേട്ടറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ബോധപൂർവമായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണം കൂടിയാണ് ഞായറാഴ്ച രാഷ്ട്രപതി ഭവനിൽ നടന്ന മുസ്ലിങ്ങളില്ലാത്ത മന്ത്രിസഭയുടെ രൂപീകരണവും. ഒന്നും യാദൃച്ഛികമല്ല അത് മോദി ചെയ്യുമ്പോൾ. ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വേണം കേരളത്തിന് 2 മന്ത്രിമാർ. ഒരാളെ പോലും ജയിപ്പിക്കാഞ്ഞ തമിഴ്നാടിന് അപ്പോഴും ഒരു മന്ത്രി. ഈ പ്രത്യേകമായ താല്പര്യം, ഈ അമിതമായ വാത്സല്യം, അതിൻ്റെ പിന്നിലെ ഉദ്ദേശം അത് പരിശോധിക്കപ്പെടേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ പറയുമോ ഇതിലൊരു ദുരുദ്ദേശവുമില്ല, ഇതെല്ലാം വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നതാണ്, സത്യസന്ധമായി ചെയ്യുന്നതാണ് എന്ന്? അപ്പോൾ സതുദ്ദേശത്തോടെ നാം ആ മോദിയുടെ ദുരുദ്ദേശ നീക്കങ്ങളെ പരിശോധിക്കുകയാണ് ഇനി. സുരേഷ് ഗോപി, ജോർജ് കുര്യൻ 2 മന്ത്രിമാരെയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ വകുപ്പുകൾ പരിശോധിക്കാം.
ആദ്യം സുരേഷ് ഗോപിയെ എടുക്കാം. സുരേഷ് ഗോപിയുടെ വകുപ്പ് പെട്രോളിയം, അതുപോലെ തന്നെ ടൂറിസം. ഈ ടൂറിസം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ സുരേഷ് ഗോപിയെ വെച്ചുകൊണ്ട് മോദി കേരളത്തിൽ ഒരു കളി കളിക്കാനിരിക്കുകയാണ്. ഇതിനു മുൻപ് ടൂറിസം വകുപ്പ് ഭരിച്ച ഒരു മലയാളിയായ കേന്ദ്രമന്ത്രിയെ ഓർമ്മയുണ്ടോ? അൽഫോൺസ് കണ്ണന്താനം അല്ലേ? അൽഫോൺസ് കണ്ണന്താനം എന്നാണ് അങ്ങനെ ടൂറിസം വകുപ്പ് ഉൾപ്പെടെ ചുമതലയുള്ള മന്ത്രിയായത്? 2017 സെപ്റ്റംബർ മാസം 3-ാം തീയതി ഒരു ഞായറാഴ്ച. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പുതിയ മന്ത്രിസഭ വന്നത്. 2017 സെപ്റ്റംബർ 3-ന് ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് അൽഫോൺസ് കണ്ണന്താനം അന്ന് ടൂറിസം വകുപ്പിൻ്റെ അടക്കം ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാകുന്നത്. കാരണം വെങ്കയ്യ നായിഡു മാറുന്നു ഉപരാഷ്ട്രപതിയായി. ആ ഒഴിവിൻ്റെ ഭാഗമായിട്ടാണ് പുനഃസംഘടന നടക്കുന്നത്. രാജസ്ഥാനിൽ നിന്ന് MP ആയിക്കൊണ്ട് അൽഫോൺസ് കണ്ണന്താനം ഈ പറയുന്ന കേന്ദ്രമന്ത്രിസഭയിൽ ടൂറിസം ചുമതല കൂടിയുള്ള സഹമന്ത്രിയായി മാറുന്നത്. 2017 സെപ്റ്റംബർ 3-ാം തീയതി ഞായറാഴ്ചയാണ് അൽഫോൺസ് കണ്ണന്താനം ടൂറിസം വകുപ്പിൻ്റെ ഉൾപ്പെടെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകുന്നത്. ഉടനെ തന്നെ ഒരാൾ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പിണറായി വിജയൻ. അന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇന്നും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും അഭിനന്ദിക്കാൻ കഴിയാത്തത്രയും പ്രതിരോധത്തിലാണ് പിണറായി ഇപ്പോൾ. അൽഫോൺസ് കണ്ണന്താനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? ദിസ് ഈസ് ലൈക്ക് ആൻ ഓണം ഗിഫ്റ്റ് ഫോർ ഹിം ആൻഡ് ഐ ഹോപ്പ് ഹി വിൽ വർക്ക് ടുവേർഡ്സ് ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഐ വിഷ് ഹിം ഗുഡ് ലക്ക് ടു ഓൾസോ ബി ദ വോയിസ് ഓഫ് കേരള ഇൻ ദ ക്യാബിനറ്റ്. Parallel efforts from both center and state will certainly ensure successful development of Kerala. Hope Shri Kannanthanam will work for the same. എന്തൊരു ഉദാരമായ സമീപനം! കേന്ദ്രത്തിൽ കേരളത്തിൻ്റെ ശബ്ദമാകണമെന്ന് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് കടന്നുകൂടിയ ആളിനെയാണ് കേരളത്തിൻ്റെ ശബ്ദം എന്ന രൂപത്തിൽ പ്രതീക്ഷയോടെ പിണറായി കാണുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നേരിട്ട് കയറി വന്ന സുരേഷ് ഗോപിയോ ആരുടെ ശബ്ദമാകും? പിണറായിയുടെ ശബ്ദമാകുമെന്ന് പറയാനുള്ള നാണക്കേട് മനസ്സിലാക്കാം. കേരളത്തിൻ്റെ ശബ്ദമാണെന്നെങ്കിലും പറയേണ്ടിയിരുന്നില്ലേ? എന്താ ഇത്ര കനത്ത മൗനം ആ കാര്യത്തിൽ? അപ്പോൾ ഏത് തരത്തിലുള്ള അന്തർധാരയും സൗഹൃദവുമാണ് അന്ന് ഫലം കണ്ടത്, പുഷ്പിച്ചത്? ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പിന്നിലെ താല്പര്യം എന്തായിരുന്നു? ഇതൊക്കെ ഇനി ഗൗരവത്തോടെ പരിശോധിക്കപ്പെടേണ്ട വിഷയമല്ലേ? ഉടനെ തന്നെ എന്താണ് സംഭവിക്കുന്നത്? കണ്ണന്താനം അതിനേക്കാൾ താല്പര്യത്തോടെയും വിനയത്തോടെയും തന്നെ രാഷ്ട്രീയ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തി ഈ വഴിയെല്ലാം തെളിച്ച മാർഗദീപമായി പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് മറുപടി പ്രതികരണം നടത്തുന്നു. 3-ാം തീയതി ഈ പറയുന്ന ചുമതലയേൽക്കുന്നു. 6-ാം തീയതി പിണറായിയെ കാണുന്നു കേരള ഹൗസിൽ വെച്ച്. എന്തൊരു സൗഹൃദം പങ്കിടലായിരുന്നു! ആ ദൃശ്യങ്ങളടക്കം ഓർമ്മയുണ്ടല്ലോ. എന്ന് മാത്രവുമല്ല, കണ്ണന്താനം പറഞ്ഞതൂടെ കേൾക്കൂ. പിണറായി is the person who paved me entry into politics and gave me an MLA seat. I share a personal bond with him and I am glad he called on me for this friendly meeting. As soon as I became a minister, Pinarayi sir took to Facebook to share a lovely message for me. I thank his good heart for showing this friendship with me. I am confident that the center and Kerala can work together in many matters. This friendly visit is the beginning of that. എന്നിട്ട് അതെല്ലാം പ്രവൃത്തി പഥത്തിലേക്ക് എത്തിയോ? നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. അവിടെയാണ് കണ്ണന്താനത്തിന് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന മോദി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇനി ഇവിടെ ഈ കേരളത്തിൽ സുരേഷ് ഗോപി നടപ്പാക്കാൻ പോകുന്നത്. എന്തൊക്കെയാണത്? ടൂറിസം വകുപ്പാണ് പ്രധാനമായും കേരളത്തെ സംബന്ധിച്ച് ഇടപെടാനായി സുരേഷ് ഗോപിക്ക് വലിയ അവസരം മോദി ഒരുക്കിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ 3 പ്രത്യേകതകൾ എടുക്കാം. 1, റിലീജിയസ് ടൂറിസം സർക്യൂട്ട്. 2, ഇക്കോ ടൂറിസം സർക്യൂട്ട്. 3, ട്രൈബൽ ടൂറിസം സർക്യൂട്ട്. ഇവിടെ ഈ റിലീജിയസും ട്രൈബലും എന്ന 2 കാര്യങ്ങൾ പ്രധാനമായും എടുക്കണം. ആ 2 മേഖലയിലേക്കും BJP പെനട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അവിടേക്കാണ് ഒരു സർക്യൂട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് BJPയുടെ യഥാർത്ഥ പൊളിറ്റിക്കൽ സർക്യൂട്ടായി ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാൻ പോകുന്നത്. പിന്നെ ഇക്കോ ടൂറിസം സർക്യൂട്ട്, അത് പത്തനംതിട്ട, വാഗമൺ, ഗവി അങ്ങനെ ഒരു വലിയ പദ്ധതിയുണ്ട്. അത് പരിസ്ഥിതി ലോല മേഖലകളൊക്കെ അടങ്ങിയതാണ്. അതുകൊണ്ട് ആ മേഖലയ്ക്ക് പ്രത്യേകമായുള്ളൊരു പദ്ധതിയുമാകും. അവിടെയും BJP കണ്ണറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം സാധ്യമാക്കാനുള്ള നീക്കങ്ങളായിരിക്കും ഇനി നടക്കുക. കോടികളാണ് വരുന്നത് ഈ സർക്യൂട്ടുകളുടെ പേരിൽ. 2 പദ്ധതികളിലൂടെയാണത് സംഭവിക്കാറുള്ളത്. 1, സ്വദേശ് ദർശൻ സ്കീം. 2, പ്രസാദ് സ്കീം. ഈ 2 പദ്ധതികളിലൂടെ കോടികളാണ് കേരളത്തിലേക്ക് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കാലത്ത് കേന്ദ്രം അംഗീകരിച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലും അതിനോട് ചേർന്ന് പ്രവർത്തിക്കാതിരുന്നതുകൊണ്ടാണ് പല പദ്ധതികളും മുടങ്ങുകയോ പാതി വഴിയിൽ നിൽക്കുകയോ തുടങ്ങുക പോലും ചെയ്യാനോ കഴിയാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഏത് വിഭാഗങ്ങളെ ബാധിക്കുന്നതാണ് എന്നുകൂടെ പരിശോധിക്കുക. ഒരു പദ്ധതി ശബരിമല പമ്പ സന്നിധാനം സർക്യൂട്ട്. 2018 കഥയാണ് പറയുന്നത്. അന്ന് 64 കോടി കേന്ദ്രം അതിനനുവദിച്ചിരുന്നു. ആദ്യഘട്ട അനുവദിക്കലാണ്.
പിന്നെ വലിയ തോതിലുള്ള തുകകൾ വരും. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് അത് സാധ്യമാകാതിരുന്നത് എന്നാണ് അന്ന് തന്നെ പരാതി ഉയർന്നത്. അപ്പോൾ ഈ ശബരിമല എന്നത് ശ്രദ്ധിച്ചുകൊള്ളണം. ഇനി അടുത്തത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. അന്ന് 17 കോടി കൊടുത്തു. എന്തിനൊക്കെ? റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം, തെരുവിളക്കുകൾ സ്ഥാപിക്കൽ, പിന്നെ അമ്പലത്തിലേക്ക് തന്നെ ധാന്യം വിളയിക്കുന്നതിന് വേണ്ട കളപ്പുരയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അന്ന് 5.9 കോടി കൊടുത്തു. ഗുരുവായൂർ ഈ പറയുന്ന പ്രസാദ് സ്കീമിലാണ് 46 കോടിയാണ് കൊടുക്കുന്നത്. എന്തിനൊക്കെ? 23 കോടി മൾട്ടി ലെവൽ പാർക്കിംഗ് ഫെസിലിറ്റി, ടൂറിസം അമ്യൂണിറ്റി സെൻറ്റർ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ, CCTV ക്യാമറകൾ സ്ഥാപിക്കൽ. എവിടെയാണ്? ഗുരുവായൂർ. ഏത് മണ്ഡലത്തിലാണ്? തൃശ്ശൂരിൽ. ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി BJPയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരേ ഒരു മണ്ഡലം ഏതാണ്? നിയമസഭാ മണ്ഡലം. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ മാത്രമാണ്. അവിടെ മാത്രമാണ് സുരേഷ് ഗോപി മറ്റ് 2 മുന്നണികളെക്കാൾ പുറകിലേക്ക് പോയത്. അവിടേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സർക്യൂട്ട് വരികയാണ്. എവിടെയാണോ കണ്ണന്താനത്തിന് മുഴുമിക്കാൻ കഴിയാഞ്ഞത് അത് സുരേഷ് ഗോപി ഇനി മുഴുമിക്കും. സുരേഷ് ഗോപി രാജ്യസഭാ MP ആയി നിൽക്കുമ്പോൾ തന്നെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. ശക്തൻ മാർക്കറ്റിൻ്റെ വികസനത്തിന് വേണ്ടി 1 കോടി മന്ത്രിയാകുന്നതിന് മുൻപുള്ള സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ഇടപെടലാണ്. പ്രസാദ് പദ്ധതി വഴി തന്നെ ഗുരുവായൂരിന് 350 കോടി എത്തിച്ചു ഈ പറയുന്ന സുരേഷ് ഗോപി, ഒരു മന്ത്രിയുമായിട്ടല്ല. ഇനി തൃശ്ശൂർ നഗരത്തിന് അമൃത് പദ്ധതി വഴി 400 കോടി എത്തിച്ചു സുരേഷ് ഗോപി. അപ്പോൾ മന്ത്രിയാകാതെ, ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാതെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു രാജ്യസഭാ MP ആയി സുരേഷ് ഗോപി വന്ന് 400 + 350 + 1 751 കോടി അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്തു വരുന്ന കണക്കാണ്. ഇതിനപ്പുറം എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിന് പകരമായി എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒരുപക്ഷെ നാം അറിഞ്ഞേക്കാം, ചിലപ്പോൾ നാം അറിയാതെ പോയേക്കാം. അതിനിപ്പോൾ മന്ത്രിയായതിനു ശേഷവും സുതാര്യമായി കാര്യങ്ങൾ പോകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനിയും കൊടുക്കേണ്ടവർക്കൊക്കെ കൈനിറച്ചു കൊടുക്കും, കിട്ടേണ്ടത് ഉറപ്പാക്കുകയും ചെയ്യും. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. കേരളവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയിലൂടെ മോദി ഉറപ്പാക്കുന്ന BJPയുടെ കൃത്യമായ പദ്ധതിയുടെ ഗ്യാരണ്ടി. അപ്പോൾ മുന്നാക്ക ഹിന്ദു വിഭാഗത്തെ മാത്രമാണോ ഈ ടൂറിസം സർക്യൂട്ട് പദ്ധതി വഴി വശത്താക്കാൻ നോക്കുന്നത്? അല്ല. അടുത്തൊരു പദ്ധതി പറയാം. ശിവഗിരി സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട്. ഇത് സ്വദേശ് ദർശനിൽ വരുന്ന പദ്ധതിയാണ്. ഇതിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് നോക്കാം. ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ, എൻക്വയറി റൂം, വെയിറ്റിംഗ് റൂം, ഫസ്റ്റ് എയ്ഡ്, കിയോസ്ക്സ്, ക്ലോക്ക് റൂം, കമ്മ്യൂണിറ്റി ഡൈനിങ് ഹാൾ, ഓഡിയോ വീഡിയോ വിഷ്വൽ ഹാൾ, മെഡിറ്റേഷൻ യോഗ സെൻറ്ററുകൾ, ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ്, ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി, മൾട്ടിമീഡിയ ഷോ, വേ സൈഡ് അമ്യൂണിറ്റീസ്, പാർക്കിംഗ്, CCTV, വൈഫൈ ഫെസിലിറ്റി, കഫറ്റേരിയാസ്, ഓപ്പൺ എയർ തിയേറ്റർ, ബ്യൂട്ടിഫിക്കേഷൻ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്, പബ്ലിക് കൺവീനിയൻസസ്. ഇതൊക്കെ വരാൻ പോവുകയാണ് ശിവഗിരിയുമായി ബന്ധപ്പെട്ട്. പലതും അവിടെ വരേണ്ടതായിരുന്നു, പലതും പാതി വഴിയിൽ നിന്നു. ഞാനൊരു പഴയ അധ്യായം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഈ ശിവഗിരിയുമായി ബന്ധപ്പെട്ട് അന്ന് അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായി നിൽക്കുന്നു. അന്ന് കേരളത്തിലെ ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസാണ്. കടകംപള്ളി അന്ന് ശക്തമായൊരു എതിർ നിലപാട് എടുക്കുകയുണ്ടായി. കേന്ദ്രത്തിൻ്റെ ഈ നിലപാടുകളെല്ലാം ഏകപക്ഷീയമാണ്. കാരണം ഇവിടെ KTDCയെ ഒന്നിലേക്കും അടുപ്പിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ടൂറിസം വികസന വകുപ്പിന് ഒരു റോളും നൽകുന്നില്ല. ITDC ആണ് ഇതെല്ലാം നിർവഹിക്കുന്നത്. ഇത് ശിവഗിരിയിലെ ഉദ്ഘാടന വേദിയിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ഉന്നയിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ ആ വേദിയിലുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ട് എന്താണ് പറഞ്ഞതെന്നറിയുമോ? ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, ഞങ്ങൾക്കിതെല്ലാം ഇവിടെ നടക്കുകയാണ് വേണ്ടത്, ITDC ഇത് നടപ്പാക്കട്ടെ എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടണം. അതിൻ്റെ പേരിൽ കേരളവുമായി തായം കളിക്കാനില്ല. അപ്പോൾ ശിവഗിരിയുടെ താല്പര്യവും ഗുരുവായൂരിൻ്റെ താല്പര്യവും എല്ലാം വരും നാളുകളിൽ ഒന്നിക്കുന്നത് ആർക്കനുകൂലമാകും എന്ന ചിന്ത ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. ഇവിടെയാണ് ഈ പറയുന്ന ടൂറിസം എന്ന് പറയുന്ന വകുപ്പുമായി സുരേഷ് ഗോപി കടന്നു വരാൻ പോകുന്നത്. അതേസമയം 2 നിർദ്ദേശങ്ങൾ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ മുന്നിലേക്ക് പോവുകയുണ്ടായി. ഗുരുവായൂർ വേണം, അതുപോലെ തന്നെ ശബരിമല വേണം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വേണം, ഈ ശിവഗിരി വേണം, ഇതെല്ലാം ഉണ്ട്. അപ്പോഴും 2 കാര്യങ്ങൾ കേരളം പ്രത്യേകമായി ആവശ്യപ്പെട്ടു. ഒന്ന്, മലയാറ്റൂർ പള്ളിയിലെ ഈ പറയുന്ന കുരിശാരോഹണവുമായി ബന്ധപ്പെട്ട വഴിയുണ്ടല്ലോ, അവിടെ കോൺക്രീറ്റ് പടികൾ വെക്കണം. അതുപോലെ തന്നെ ചേരമാൻ പള്ളിയുടെ നവീകരണം. ഇതിൽ ഈ മലയാറ്റൂർ അപ്പാടെ തന്നെ തള്ളി. കാരണം അങ്ങനെ വിഷമകരമായി ഈ പറയുന്ന കുരിശുമെടുത്ത് മല കയറുക എന്നതാണ് അതിൻ്റെ പാരമ്പര്യ സ്വഭാവത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടത്. അല്ലാതെ അവിടെ കോൺക്രീറ്റ് പടവുകളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം അന്ന് തള്ളിയത്. ചേരമാൻ്റെ കാര്യത്തിനകത്ത് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്, എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ എന്ന്. അപ്പോൾ ഈ പറയുന്ന KTDC വഴി കേരളത്തിന് ഇതിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതെയാക്കുന്നു.
ഏകപക്ഷീയമായി തന്നെ ചില വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പദ്ധതികളെല്ലാം എത്തണമെന്ന നിർബന്ധ ബുദ്ധി പ്രകടമാക്കുന്നു. ഇതൊക്കെ ആരും ഇവിടെ നിന്ന് ജയിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ മോദി ചെയ്ത കളികളാണ്. ഇവിടെ നിന്നൊരാൾ ജയിച്ചു, അത് ഏറ്റവും ആവേശത്തോടെ ഡൽഹിയിൽ വെച്ച് തൻ്റെ സ്വകാര്യ വിജയമായി, ഒരു സ്വകാര്യ അഹങ്കാരം പോലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മോദി പറഞ്ഞുവെങ്കിൽ, മോദി ഇനി ഈ വരവിൽ, ഈ മൂന്നാം വരവിൽ കേരളത്തിൽ എന്തൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകും അതും ഞാൻ നിങ്ങൾക്ക് വിടുന്നു. ഈ രണ്ട് മന്ത്രിമാരെ കിട്ടിയ ഘട്ടത്തിൽ രണ്ട് സമുദായ നേതൃത്വങ്ങൾ പ്രതികരിച്ചതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന് സിറോ മലബാർ സഭയാണ്, വലിയ സന്തോഷമെന്ന് പറയുകയുണ്ടായി. മറ്റൊന്ന് NSS ആണ്. NSSൻ്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞത് എന്താണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സുകുമാരൻ നായർ ഏകദേശം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരെ കിട്ടിയതിൽ സന്തോഷം. സുരേഷ് ഗോപി മന്ത്രിയാകുന്നതിൽ ഇടപെടൽ നടത്തിയിട്ടില്ല. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം NSSൻ്റെ നേട്ടമാണെന്നും പറയുന്നില്ല. ആർക്ക് വേണമെങ്കിലും NSS ആസ്ഥാനത്ത് വരാം. കേന്ദ്രത്തിൽ 2 സീറ്റിലായിരുന്ന BJP രാജ്യത്ത് വളർന്നതുപോലെ കേരളത്തിലും വളരുന്നുണ്ട്. ഇതിനപ്പുറം എന്താണ് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കേണ്ടത് NSS BJPക്ക്? ഇപ്പോൾ ഒരു പ്രത്യേകത കൂടെ മനസ്സിലാക്കിക്കോണം. ഈ പറയുന്ന സിറോ മലബാർ സഭയായാലും NSS ആയാലും SNDP ആയാലും ഇവരാരും BJPയുടെ നേട്ടം ഞങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് അവകാശപ്പെടുന്നില്ല. അങ്ങനെ അവകാശപ്പെടാതിരിക്കുന്നത് അവരുടെ വിനയം കൊണ്ടല്ല. അതാണ് പിന്നണിയിൽ നടന്നിരിക്കുന്ന രഹസ്യധാരണ. അതാണ് വ്യക്തമാക്കുന്നത് ഈ വാക്കുകൾ. അതായത് അന്തർധാര സജീവമാണ്, അകത്ത് മാത്രമാണ് ആശയവിനിമയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ. അതുകൊണ്ട് ഇതെല്ലാം പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ തിരിച്ചടിയാകും എന്ന വിവേകം അവരിൽ പ്രവർത്തിക്കുന്നു. എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാം കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുമുണ്ട്. ആ ഡീൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് വലിയ അവകാശവാദങ്ങൾക്കാരുമില്ല. BJPയുടെ നേതാക്കന്മാരുമില്ല, ഈ സമുദായ നേതാക്കന്മാരുമില്ല. അതുകൊണ്ട് ചില്ലറയല്ലാത്ത ഗുണവും കിട്ടുന്നുണ്ട്. ആരും, ഒരു മാധ്യമവും അത്യധികം ആഹ്ലാദത്തോടെ എടുത്ത് റിപ്പോർട്ട് ചെയ്യാത്തൊരു വിഷയം കൂടെ പറയാം. NSSനെ ഈ മോദി സർക്കാർ എങ്ങനെ സഹായിച്ചുവെന്ന്. അതും ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണോ എന്ന് പോലും സംശയിക്കേണ്ട വിധത്തിൽ NSSന് ഒരു സ്ഥാപനം അനുവദിച്ചു കേന്ദ്ര സർക്കാർ. എന്താണ് ആ സ്ഥാപനം? വലിയ സവിശേഷതകളുള്ളൊരു സ്ഥാപനമാണ്. NSSന് പുതിയ സൈനിക സ്കൂൾ അനുവദിച്ചു. എത്ര ആളുകൾക്ക് അതറിയാം? എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അപ്പോൾ സമുദായ നേതൃത്വവും BJP നേതൃത്വവും മാത്രമായിട്ടല്ല ആശയവിനിമയം നടക്കുന്നതും കാര്യങ്ങൾ പരസ്യമാക്കേണ്ട എന്ന ധാരണയുള്ളതും. മാധ്യമങ്ങളും അതിന് ചൂട്ടുപിടിക്കുന്നുണ്ടോ? അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ കരമന നിറമൺകരയിലുള്ള NSS വനിതാ കോളേജിനടുത്ത് പ്രവർത്തിക്കുന്ന മന്നം മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളാണ് ഇനി സൈനിക സ്കൂളായി മാറാൻ പോകുന്നത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാജ്യത്താദ്യമായിട്ടാണ് ഒരു സമുദായത്തിന് ഇങ്ങനെ ഒരു സൈനിക സ്കൂൾ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. ഈ സൈനിക സ്കൂൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുള്ളതാണ്, നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അത് വാർത്തയായി വന്നപ്പോൾ RSSുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കാണ് ഇത് അനുവദിക്കുന്നത്. ഒരർത്ഥത്തിൽ നമ്മുടെ സൈന്യത്തെ RSS വൽക്കരിക്കുന്നതിന് തുല്യമാണ് അത് എന്ന്. പക്ഷേ ഇതാരും അറിയാതെ കേരളത്തിൽ നമ്മുടെ കൺമുന്നിലൊരു കാര്യം നടന്നു. അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെയാണ് കേന്ദ്രത്തിൽ വെറും 2 MP മാത്രമുണ്ടായിരുന്ന BJP വളർന്നതുപോലെ കേരളത്തിലും വളർന്നു തുടങ്ങിയിട്ടുണ്ട്, നാളെ അതും തിടം വയ്ക്കും എന്ന് NSS നേതൃത്വം പറയുന്നതിൻ്റെ പിന്നിലെ താല്പര്യം. ഇനി ജോർജ് കുര്യൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ജോർജ് കുര്യന് കൊടുത്തിരിക്കുന്ന 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ: ഒന്ന് ഫിഷറീസ്, 2 ന്യൂനപക്ഷ ക്ഷേമം. ഫിഷറീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. മുതലപ്പുഴി സന്ദർശിക്കും, അവിടുത്തെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തും, ആ പ്രശ്നം പരിഹരിക്കുമെന്ന്. ലാറ്റിൻ കത്തോലിക്ക സഭ ശക്തമായൊരു എതിർ നിലപാടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തിരുന്നത് BJPക്കെതിരെ എന്ന് എല്ലാവർക്കും അറിയാം. നെറ്റോ പിതാവിനെ പോലെ ആർജവമുള്ളൊരു പ്രതികരണം നടത്തിയ മറ്റൊരു സമുദായ നേതാവും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളം കണ്ടിട്ടുമില്ല. അത്ര ശക്തമായാണ് BJP വിരുദ്ധ നിലപാട് അദ്ദേഹം എടുത്തത്. മുതലപ്പുഴി വളരെ സെൻസിറ്റീവായൊരു വിഷയമാണ്, സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിഷയം ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിൽ അതിവേഗത്തിൽ പരിഹരിക്കുകയാണെങ്കിൽ സഭാവിശ്വാസികൾ ഏറിയ കൂറും കടലിനോട് മല്ലിടുന്നവരാണ്. എന്ന് വെച്ചാൽ മരണവും ജീവിതവും മുഖാമുഖം എല്ലാ നിമിഷവും എല്ലാ ദിവസവും കാണുന്നവർ. അവർക്കൊരു രക്ഷാകരമായി വരികയാണ് ഈ മുതലപ്പുഴി പ്രതിസന്ധിയുടെ പരിഹാരമെങ്കിൽ ലത്തീൻ സഭയ്ക്ക് എന്ത് നിലപാടെടുക്കാൻ കഴിയും? പിന്നെ നെറ്റോ പിതാവിന് എന്ത് സമീപനം BJPയോട് എടുക്കാൻ കഴിയും? നാം ആലോചിക്കേണ്ടതാണ്. അവിടെയാണ് സുരേഷ് ഗോപിക്ക് പിന്നാലെ ജോർജ് കുര്യനും കളം നിറഞ്ഞാടാൻ പോകുന്നത്. 2 പേർക്കും പിന്നിലിരുന്ന് മോദി ചിരിക്കാൻ പോകുന്നതും. ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. എന്തായാലും സമുദായ നേതൃത്വങ്ങളെ സംബന്ധിച്ചവർ ഏറ്റവും പ്രതിരോധത്തിലായിരിക്കുന്നത് വിദേശ ഫണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിലെ തടസ്സങ്ങൾ ഒന്നൊഴിയാതെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലതിവേഗമായ പരിഹാരം കാണുകയാണെങ്കിലോ? കൂടാതെ റബ്ബറിൻ്റെ വില അത് നാൾക്ക് നാൾ താഴേക്ക് പോവുകയാണ്. അത് പിടിച്ചു നിർത്താനുള്ള രക്ഷാ പാക്കേജുകൾ വന്നാലോ? തീർച്ചയായും അങ്ങനെയെങ്കിൽ ഈ കളത്തിലെ കളിക്കാർ മുഴുവൻ മാറും. കരുക്കൾ നീക്കിക്കൊണ്ട് മോദി തന്നെ വിജയഗാഥ രചിക്കും.
അതിനുവേണ്ടിയാണോ ആദ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട കരുക്കളായ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും മോദി കേരളത്തിൻ്റെ മുന്നിലേക്ക് നീക്കി ഇപ്പോൾ വെച്ചിരിക്കുന്നത് മന്ത്രിമാരായി പ്രധാനപ്പെട്ട പദവികൾ നൽകിക്കൊണ്ട്? കാലം അത് തെളിയിക്കട്ടെ.